നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട ഒരു ഗോതമ്പഴമാണ്. ഗോതമ്പഴ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ആവിയിൽ വെച്ച് പുഴുങ്ങണ ഗോതമ്പടയിൽ ഇത് ഞാനിങ്ങനെ ചുട്ടെടുത്തുണ്ടാക്കണ ഗോതമ്പട. ആട്ട അത് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കര പൗഡർ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഞാനൊരു 1.5 സ്പൂൺ, ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് കഷ്ടി ഉണ്ടാവും. തേങ്ങ നന്നായിട്ട് ചെറിയതായിട്ട് ചിരവി എടുത്തത് അതും ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങേനെ നമ്മളൊരു ചെറുതായിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ചെയ്യണത്. അത് കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ടീസ്പൂണ് ഗീ എടുത്തിട്ടുണ്ട്. നെയ്യ് ഗോതമാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിൽ കൈ ഒന്നും ഒട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഒരു നുള്ളു ഉപ്പ്, കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ അല്ല, അതിൽ കുറച്ചും കൂടി ലൂസാവണം. ഏതാണ്ട് ഇതാണ് കൺസിസ്റ്റൻസി. ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഒന്ന് കുതിരട്ടെ നല്ലോണം. അപ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഫില്ലിങ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടാവുമ്പോൾ തേങ്ങ ഇടാം. ശർക്കര പൊടിച്ചതായതുകൊണ്ട്, പൊടി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇടാം. അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒരുക്കിയിട്ടാണ് ഒഴിക്കേണ്ടത്. നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത്. അപ്പോൾ നമുക്ക് കണ്ട പരത്താം. നമ്മളൊരു ചപ്പാത്തിയുടെ വലിപ്പം അല്ലെങ്കിൽ ഇച്ചിരി കൂടി കുറവ്, ഇലയുടെ അനുസരിച്ചിട്ട് വലിപ്പം അനുസരിച്ചിട്ട്, എന്നിട്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഏറ്റവും തിന്നായിട്ടുള്ള ഷീറ്റായിട്ടൊരു പരത്താം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാം. നല്ല സ്വീറ്റ് ആയിരിക്കും, അതുകൊണ്ട് ഒരുപാട് ഫില്ലിങ് വെക്കേണ്ടി വരില്ല. ചുട്ടടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങോട്ടോട്ട് തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. സോ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.